ഹായ് നമസ്കാരം. നമുക്കൊന്നൊരു സ്പെഷ്യലായിട്ട് ചിക്കൻ ഇഷ്ടം ഉണ്ടാക്കിയാലോ? വീഡിയോക്ക് പോവാം, വാ. അതിനായിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിന് പിന്നെ ചിക്കനൊക്കെ നന്നായിട്ട് 2-3 തവണയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല വരട്ടാം. മസാല പറഞ്ഞാൽ അധികം മസാല ഒന്നും ഇല്ല. അതിന് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരട്ടി വെക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പിടാം കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ഉപ്പിടാം. കറിയിൽ നമുക്ക് ഉപ്പിടേണ്ടി വരും. ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്, ഇറച്ചിയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടുന്നുണ്ട്. അതേപോലെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഓക്കെ, ഇത് മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് പരട്ടാം. നമുക്ക് നന്നായിട്ടൊന്ന് പരച്ച് മിക്സ് ആക്കി വെക്കാം. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എനിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഓക്കെ, ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ഒരു സവാള, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. വേണ്ടിയിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർക്ക് നമുക്ക് ഫസ്റ്റ് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇടാം. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, പിന്നെ സവാള, തക്കാളി, പിന്നെ ക്യാരറ്റ്, പച്ചമുളക്, ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, കട്ടി. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം കേട്ടോ. കുരുമുളക് പൊടി കുറച്ച് അത്യാവശ്യത്തിന്. പിന്നെ ലാസ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. കുരുമുളക് പൊടി ആദ്യം കുറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഓക്കെ, നമുക്ക് അതിന് ശേഷം ഇത് വേവാള ഇഷ്ടത്തിന് ആവശ്യത്തിനുള്ള ഒരു വെള്ളം വെക്കാം കേട്ടോ. ചിക്കൻ വേവാള കുറച്ച് വെള്ളം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അല്ലേ, കുറച്ച് ചിക്കൻ്റെ ഏകദേശം ഒപ്പം ഞങ്ങൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒപ്പം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഒരു 2 വിസിൽ നമുക്ക് വേവാൻ വെക്കാം. ഇനി അതിനാവശ്യമായിട്ട് തേങ്ങ നമുക്ക് ചേർക്കാം. 2 മുറി തേങ്ങ ഉണ്ട്, നമുക്ക് ചേർക്കാം. 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഓഫാക്കി വെക്കാം കേട്ടോ. ഇത് ആവി പോയിട്ട് നമുക്ക് ഒന്ന് തുറക്കാം കേട്ടോ. ആവി പോട്ടെ. ആവി പോണ വരെ നമുക്കൊന്ന് റെസ്റ്റിന് വെക്കാം. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് 2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ചെറിയ ഉള്ളി ഇടാം. കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയും ചെറിയ ഉള്ളിയും പെരിഞ്ചീരകം വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് ബ്രെഡ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനൊപ്പം കഴിക്കാൻ പറ്റുന്ന സ്പെഷ്യല് ബ്രെഡും ചിക്കൻ ഇഷ്ടമാണ്. നമുക്ക് ബ്രെഡ് ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ബ്രെഡ് വാങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് വെച്ചിട്ട് ആവി കയറ്റി എടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ബ്രെഡ് ഇങ്ങനെ കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ആവി കയറ്റിട്ട് ഭയങ്കര കുറച്ച് വെറൈറ്റി ആയിരിക്കും. ബ്രെഡ് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ആവി കയറ്റിട്ട് എടുക്കാം കേട്ടോ. ഈ ഗ്യാപ്പിൽ നമ്മളെ ചിക്കനൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാവും. നമുക്ക് കുക്കറിൽ 2 വിസിലടിച്ച് വെച്ചിട്ടുണ്ട്. ഗ്യാസൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഓപ്പൺ ആക്കി എടുക്കാം. എങ്ങനെയുണ്ട് അവസ്ഥ ഒന്ന് നോക്കണ്ടേ. ഏകദേശം നമ്മൾ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടന്റെ ഏകദേശം സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇടാം കേട്ടോ. കുറച്ച് മല്ലിയില അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. തണ്ടോടുക്കണം ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തണ്ടില്ലെങ്കിൽ ടേസ്റ്റ് അതിൽ കറിയിൽ ഉണ്ടാവും. നമുക്ക് കുറച്ച് വാരി വിതറിയിട്ടില്ല കേട്ടോ. ഓക്കെ, കണ്ടോ. നമുക്ക് ബ്രെഡ് എന്തായാലും നോക്കാം കേട്ടോ. ബ്രെഡ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
ചൂടുണ്ടേ. ഇത് കണക്കി ബ്രെഡൊക്കെ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് കേട്ടോ, പഞ്ഞി പോലെ ആയിട്ടുണ്ട്. നമുക്കത് ഓഫാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്, നമ്മളെ ചിക്കൻ ഇഷ്ടം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി നന്തൂട്ടി ഇല്ലേ, നന്തൂട്ടീനെ കൊണ്ട് കഴിപ്പിച്ച് നോക്കാം. ഞാനുണ്ട്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വിഭവം, ചിക്കൻ ഇഷ്ടം ബ്രെഡ് എന്ന് പറഞ്ഞാൽ. അവളെക്കൂടെ കഴിപ്പിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ട് വിശേഷം ചോദിച്ചു നോക്കാം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.